ഡോക്ടർ പി ജയരാജ്, സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന അതേ വേദിയിൽ വെച്ച് പ്രോഗ്രസീവായി എപ്പോഴും സംസാരിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരൻ പറഞ്ഞതിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എത്ര കണ്ട് ശരി? ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കണമെന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് സ്നേഹപൂർവമായ ഒരു തിരുത്തൽ സന്ദേശം എന്ന് മോഹൻ വർഗീസ് ഇവിടെ പറഞ്ഞല്ലോ. ആ സ്നേഹം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ രണ്ട് വാക്കുകൾ വളരെ പ്രകടമാണ്. ഇനിയൊരു വെള്ളപ്പൊക്കം സഹായിക്കാൻ പോകുന്നില്ല, കിറ്റ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഏറ്റവും അങ്ങേയറ്റം ഈ ഇതിനകത്തൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ചില എന്താണ് പറയുന്നത്, കുറെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ. ആ സ്റ്റേറ്റ്മെന്റുകളുടെ ചുവട് പിടിച്ചാണ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പുരോഹിതന്മാർക്കിടയിലും ചില വിവരദോഷികൾ ഉണ്ടെന്നതിന്റെ തെളിവെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഗാലറിക്ക് വേണ്ടി കളിക്കുന്ന നേതാവല്ല പിണറായി എന്ന് പറഞ്ഞത് വിവരദോഷമാണോ? ഇത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു നേതാവ് വേറെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞത് വിവരദോഷമാണോ? ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിശ്ചയദാർഢ്യത്തോടെ നിലയുറപ്പിക്കുന്ന ഒരാളാണ് പിണറായി എന്ന് പറഞ്ഞത് വിവരദോഷമാണോ? പാവപ്പെട്ടവരുടെ പക്ഷം പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞതും വിവരദോഷമാണോ? ഇത് അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയാറുണ്ട്. പല സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന്റെ അന്നത്തെ മാനസികാവസ്ഥ അനുസരിച്ചായിരിക്കും അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. പിണറായി വിജയൻ അന്നത്തെ ഒരു മാനസികാവസ്ഥ അനുസരിച്ച് പ്രത്യേകിച്ച് അദ്ദേഹം നോട്ട് ചെയ്തത് ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നോട്ട് ചെയ്തത്. അതിന് താഴെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നാളുകളായിട്ട്, അതായത് ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ കേരളത്തിൽ മാത്രമല്ലല്ലോ, കർണാടകയിലുണ്ട്, ഒഡീഷയിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്, എവിടെയെല്ലാം ഭരണം നടന്നിട്ടുണ്ട്. ബാക്കി അവിടെ എല്ലാ സ്ഥലത്തും ആന്റി ഇൻകംബൻസി ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. ആർക്കും തിരുത്തണ്ട, അവരെയൊന്നും ആർക്കും തിരുത്തണ്ട. ഇവിടെ പിണറായി വിജയനെ മാത്രം തിരുത്തിയാൽ മതി. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ EK വിഭാഗത്തിന്റെ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം ഇതിനേക്കാൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അതിനപ്പുറത്ത് വേറെ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലല്ല, ഒരു തിരിച്ചടിയായി സുപ്രഭാതം പത്രം പറഞ്ഞല്ലോ. CPM ജനങ്ങളിൽ നിന്നും അകന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. CPM എടുത്ത ജനവിരുദ്ധ നിലപാട് തിരിച്ചടിയായി അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും വക്താക്കളായി CPM നേതാക്കൾ മാറിയെന്നൊക്കെ സുപ്രഭാതം പത്രം പറഞ്ഞല്ലോ. എന്തേ ഇതുവരെ മറുപടി വന്നില്ല? സുപ്രഭാതം പത്രത്തിനകത്തൊക്കെ തന്നെ 2-3 തരത്തിലുള്ള ആളുകളുണ്ട്. ഈ സുപ്രഭാതം പത്രം അങ്ങനെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് മാത്രം മറുപടി അറിയിക്കുന്നു, ചില കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും കയറി അഭിപ്രായം പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾക്ക് മറുപടി, അതിനകത്ത് ഒരു വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതത്തിന്റെ കാര്യത്തിൽ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് അതിനിടയ്ക്ക് ഒരു തീ കൊളുത്തണ്ട എന്ന് കരുതിയിട്ടാവും അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പൊ കൂടെ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം ഹൃദയപക്ഷമാണെന്നൊക്കെ പറയുന്ന ഒരാൾ ഇങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു വിഷമമാണ് പ്രകടിപ്പിച്ചത്. വിവരദോഷികളായ പുരോഹിതന്മാരുണ്ട്. എത്രയോ വിവരദോഷികളായ പുരോഹിതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ പേരുണ്ട്. എന്തെല്ലാം വിവരദോഷിത്തരങ്ങൾ കാണിച്ച കുട്ടികളെ പീഡിപ്പിക്കുന്ന പുരോഹിതരുണ്ട്. പുരോഹിതരൊന്നും പുണ്യവാളന്മാരൊന്നും അല്ലല്ലോ. പുരോഹിതരെന്നും ഞാൻ അങ്ങയിലേക്ക് വരാം.